എൻ്റെ മമ്മീൻ്റെ അടി വന്നത് കൊച്ചിനെ നോക്കാനല്ല കേട്ടോ. എനിക്കും ഉണ്ട് അക്കയ്ക്കും ഉണ്ട് കേട്ടോ. അതാണ് ഇത് മുരിങ്ങയില. ഇതും ഫ്രൈ ചെയ്ത മുരിങ്ങയിലയും കൂടെ ഒരു കറി വെച്ചാലുണ്ടല്ലോ, ഓ വേറെ ലെവലാണ്. നമ്മള് കുഞ്ഞുങ്ങളെടുത്ത് പോകും, അതൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം. ഇതാരാ വരുന്നത്? നുഴഞ്ഞു വരുന്നത് നിഖില, ഇവിടുത്തെ നേഴ്സാണ്. എനിക്ക് വേണ്ടിയിട്ട് ലൈവിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് എന്തോ ഹിസ്റ്ററി ചെന്നതിന് ശേഷം ഞാൻ സന്തോഷ വാർത്ത റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓ എന്റെ ഫേവറേറ്റ് ലവി, നമ്മുടെ എന്താണെന്നറിയോ, നമ്മുടെ ഡാഡിയും മമ്മിയും വരുവാണ്. നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. എന്തിനാണ് ഈ വായിലെല്ലാം കൂടെ വെക്കുന്നത്? ഇപ്പോൾ എന്ത് കിട്ടിയാലും ആൾക്ക് വായിൽ വെക്കണം കേട്ടോ. നമ്മുടെ ഡാഡിയും മമ്മി ഇന്ന് വരാൻ പോവാണ് ബാംഗ്ലൂരിൽ നിന്ന്. ഒരാളും കൂടെ വരാനുണ്ടായിരുന്നു, റേച്ചാൻ്റെ മമ്മി. ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മമ്മിക്ക് ചെറിയൊരു പനി. അപ്പം ഹെൽത്താണല്ലോ ഇമ്പോർട്ടൻറ്റ്. എന്തായാലും വിസ 6 മാസത്തേക്കുണ്ട്. അപ്പോൾ മമ്മിക്ക് ഇനിയും വരാൻ സമയമുണ്ട്. ഞങ്ങൾ മമ്മീന്നാട്ടോ വിളിക്കുന്നത്, ബാംഗ്ലൂർ മമ്മീനെ. എന്തായാലും ഡാഡിയും മമ്മിയും വരാൻ പോവാണ്. ലവിക്കുട്ടനും ഞാനും പോകുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് ലഗേജ് ഉണ്ട്. ആ ലഗേജിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അതായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇവന് നല്ല വിശക്കുന്നു. അപ്പോൾ ആദ്യം ഇവൻ എന്തെങ്കിലും ഫുഡ് കൊടുത്ത് സെറ്റിലാക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷം നേരിട്ട്. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് നേരെ ഇപ്പോൾ വീട്ടിലേക്ക് കയറാൻ പോവാണ്. ഞാനും ലവിക്കുട്ടനും മമ്മിയും ഡാഡിയും വിളിക്കാൻ പോകാൻ പ്ലാൻ ഇട്ടിട്ടില്ല. എന്താകുമെന്ന് അറിയില്ല. ഈവനിങ് ആകുമ്പോഴത്തേക്ക് അവരെത്തത്തുള്ളൂ. വിൽ സീ. അക്കയുടെ അടുത്ത് പോകാനും പ്ലാനുണ്ട്. സർപ്രൈസ് കൊടുക്കണോ വേണ്ടയോ? കാറിൽ എല്ലാവർക്കും കൂടെ സ്ഥലം ഉണ്ടാവുമോ? അവരുടെ ലഗേജിൻ്റെ കാര്യം നമുക്കറിയാലോ. എന്തൊക്കെയായിരിക്കും ഒരു ഐഡിയ ഇല്ല ഗൈസ്. എന്തായാലും നമുക്ക് കാണാം. രവിക്കൂട്ടം നല്ല ഉറക്കമായി. ഉറക്കത്തിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നേരെ പോയി ഫുഡ് കഴിക്കുക. എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. കാരണം ലഗേജും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് നമ്മുടെ ഫ്ലാറ്റ് 2 ബെഡ്റൂമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് എയർപോർട്ടിൽ പോകാം. നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അച്ചു പോകും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് അവരുടെ റിയാക്ഷൻ കാണാം. ഒരാളെനിക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ് ഓസ്റ്ററിൽ നിന്ന്. പക്ഷെ ഇത്രയും വലിയൊരു പെട്ടിയാണ് ഒരു ദിവസത്തേക്ക്. ഞാൻ ആദ്യമായിട്ടാണ്. ഇവൻ എപ്പോഴും ബാഗും കൊണ്ടാണ് വരുന്നത്. നിഖില എന്ന് പറഞ്ഞൊരു കുട്ടി. ഇവിടെയാണോ? ലണ്ടൻ ഭാഗത്ത് എവിടെയാണ്? നാട്ടിൽ നിന്ന് ആ കുട്ടി കൊണ്ടുവന്നാണ്. നിഖില ഇവിടുത്തെ നേഴ്സാണ്. എനിക്ക് വേണ്ടിയിട്ട് ലൈവിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് എന്തോ ഒരു ഗിഫ്റ്റ്. അതെ, ഓപ്പൺ ചെയ്തു കേട്ടോ. റീൽസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇതിനകത്ത് എന്തോന്നല്ല. എന്റെ ദൈവമേ, എന്തൊക്കെയാണോ പാവം. അത് കൂടാതെ ലവിക്കുട്ടനും ആ മോളെ എനിക്ക് അറിയത്ത പോലും. ഞാൻ മെസ്സേജ് പോലും കണ്ടു കാണത്തില്ല ചിലപ്പം. വായിച്ച് Lots of love on your birthday. ഹായ് ലവിക്കുട്ടാ. ചേച്ചി വയ്ക്കണേ ഞാൻ വയ്ക്കണോ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ചക്കര. ഹാർട്ട് ഉണ്ട്. ഇത് സാംസ് 139:13-16 വേഴ്സസ് ആണ്. ബൈബിൾ വേർഡ് ആണ്. താങ്ക് യു മോളെ, ഒരുപാട് സന്തോഷം. ബ്ലെസ്ഡ് ചൈൽഡ് വിത്ത് യുവർ മദർ, father and your loving family. God bless you more Monu. Lots of love. Thank you. എനിക്ക് വയ്യ. നല്ല ഹാൻഡ് റൈറ്റിംഗ്. അയ്യോ, ഒരുപാട് ആളുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആണ് നമുക്ക് ആരോഗ്യത്തോടു കൂടി ലൈഫ് കിട്ടുന്ന ഇപ്പോഴും ഇരിക്കുന്നത്. 1 year അങ്ങനെ ആകാൻ പോവാണ് ഗൈസ്. അതെ, അല്ല ഫസ്റ്റ് അല്ല 7th വണ്ണ ഇത്. ബിക്കോസ് മോനെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇങ്ങനെ എനിക്കറിയില്ല എവിടുന്നാ വരുന്നേന്നു. ഓയാ അയ്യോടാ പാവം. അയ്യോടാ കുട്ടി, അതും കറക്റ്റ് കേട്ടോ. ഇപ്പത്തിന് ആ കൊച്ചിന്റെ നമ്പർ ഉണ്ടോ നിന്റെ കയ്യില്? അയ്യോ, എന്നാലും ഇത് ഇത്രയും കഷ്ടപ്പെട്ട് നാട്ടിലെ കോപ്പിക്കോ ഇതൊക്കെ എന്തുവാ? എന്റെ ചെറുക്കനാണ് ഇത്. കൊച്ച് നിഖില ജോർജ്. ദിസ് ഈസ് ദ കൊച്ച്. കിഡ്സ് വാച്ച്. ഇതാണ് നിഖില. നിഖില താങ്ക് യു.
ആണ് സ്പെഷ്യൽ ഗിഫ്റ്റ് കേട്ടോ. ഹാൻഡി ബൈബിൾ. ലെവ്കുഡിന് 2 ബൈബിൾ ഓൾറെഡി കിട്ടി. ഇത് 3ാമത്തെയാണ്. അതെ അതെ അതെ. ഇത് കാണുമ്പോ തന്നെ പിള്ളേർക്ക് വായിക്കാൻ തോന്നും. ഇങ്ങനെ വേണം ബൈബിളൊക്കെ പിള്ളേരെ വായിപ്പിക്കാൻ. അച്ചുവാണ് അതിന് ഞാൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത്, പ്രാർത്ഥിക്കാൻ ഞാനും. ചേച്ചി എനിക്കൊന്നും ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ബൈബിള് തന്നില്ല, അതുകൊണ്ട് എന്നിട്ട് നീ വായിക്കുന്നില്ല. പിന്നെ ചെറുപ്പം പണ്ട് ഞാൻ ഭയങ്കര വായനയായിരുന്നു. എംപോസിഷൻ ബൈബിൾ മാത്രമേ കിട്ടി. നീ എത്ര കൊല്ലം പോയത് അച്ചപ്പെട്ടത്തിന്? എന്നിട്ട് ഇറങ്ങി പോകുന്നതാണ് ഗൈസ്. അപ്പൊ താങ്ക് യു നിക്കിത. മോളും നിഖില, താങ്ക് യു നിഖില. എനിക്ക് തോന്നുന്നു ആ മോളും ഭയങ്കര കർത്താവിനോട് ചേർന്നിരിക്കുന്നൊരു കൊച്ചാന്ന് തോന്നുന്നു. ദൈവവിശ്വാസിയുള്ളൊരു കുട്ടിയായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ വചനങ്ങളും നല്ലൊരു ഗിഫ്റ്റും. അതെ, സത്യം, അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ്. യെസ്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ലെവിക്കുട്ടിന്റെ ഗിഫ്റ്റുകൾ ഓരോന്നോരോന്ന് വരുന്നുണ്ട്. ആ ചട്ടമ്പി എണ്ണിച്ചിട്ട് വേണം ഓരോന്ന് കാണിക്കാൻ. നല്ല വെതർ. ഇതെല്ലാം എൻ്റെ ലെവിക്കുട്ടിന് വന്നിട്ടുള്ള ഗിഫ്റ്റുകളാണ്. ഇതൊന്നും ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതൊക്കെ ആരാ തന്നേന്ന് എനിക്കറിയാം. അച്ചുവാണോ? അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച്. സെലിബ്രേഷൻസ് ഒന്നുമില്ല, പക്ഷേ ഗിഫ്റ്റുകളെ കൊണ്ട് ദൈവം നിറച്ചിരിക്കുന്നു. ലെവി എണ്ണിക്കുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ സെറ്റ് ചെയ്ത് ബാക്കിലേക്ക് വെക്കട്ടെ കേട്ടോ. മാറ്റി വെക്കട്ടെ. നല്ല ഗിഫ്റ്റാണ്. നിഖില വേറെ ലെവലാണ്. നിനക്കല്ല. മഴ അതാണ്ടാണ്. ആരാ വരുന്നേ ഇവിടെ? ആരാ അമ്മീ? ആരാ? അതെ, ഡാഡിയുടെ അടുത്തോട്ട് ഓടുന്നു. ഡാഡിയെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളെ ആരെയും വേണ്ട കേട്ടോ. ആൾക്ക് ഇവരൊക്കെ എവിടെയോ കണ്ട പരിചയമുണ്ടെന്നാണ് ലെവിക്കുട്ടൻ വിചാരിക്കുന്നത്. വീഡിയോയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നേരിട്ട് കാണാൻ നേരത്ത് വേറൊരു ഫീലാണ്. അങ്ങനെ വണ്ടിയിൽ നിന്ന് സാധനം എല്ലാം എടുത്ത് വെച്ച് ഡാഡി മമ്മി ഫ്രഷായി വന്നപ്പോഴത്തേക്ക് ഫുഡെല്ലാം ഞാൻ ടേബിളിലേക്ക് കൊണ്ടുവച്ചു. ചട്ടിയോടുകൂടിയാണ് മീൻകറി കൊണ്ടുവന്നത്. അവർ ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ. ഡാഡി പണ്ട് ദുബായിൽ നിന്ന് വരാൻ നേരത്തെ പെട്ടി പൊട്ടിക്കാനുള്ള ധൃതി കാണിക്കുന്ന പോലെയായിരുന്നു. ഞാൻ ഇവരുടെ പെട്ടി ഒന്ന് തുറക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആദ്യം തന്നെ മങ്കി ക്യാപ്പാണ് ചാടി വന്നത്. സോ പിള്ളേർക്ക് ഈ മങ്കി ക്യാപ്പാണ് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം കാറ്റും അടിക്കത്തില്ല, ഇയർ ഭയങ്കര പ്രൊട്ടക്റ്റഡും ആയിരിക്കും. ഉണ്ട്, അക്കയ്ക്കും ഉണ്ട് കേട്ടോ. അതാണ് ഇത് മുരിങ്ങയില. ഇതെനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മുരിങ്ങിക്ക ഉണ്ട്, വെള്ളരിക്ക. എൻ്റെ വെള്ളരിക്ക മമ്മിയുടെ ഗാർഡനിലുള്ള. ഇത് ചക്കക്കുരു മെഴുക്കുവരട്ടി, ചേന മെഴുക്കുവരട്ടി, കൂർക്ക മെഴുക്കുവരട്ടി. അക്കയ്ക്കും ഉണ്ട് അതേപോലെ തന്നെ. അതാണ് 2 സെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം. വെയിറ്റ്. അതെന്തേ? ഓക്കെ, അതാണ് ഞാൻ വിചാരിച്ച. അക്കയ്ക്കും ഉണ്ടല്ലോ അതേപോലെ തന്നെ. ഇതെല്ലാം അക്കായ്ക്കും സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് ലെവി, നമ്മുടെ ഏത്തക്ക. ഞങ്ങൾ ഏത്തക്ക പുഴുങ്ങിയത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. എനിക്ക് വയ്യ ഇങ്ങനെ ആയിപ്പോയല്ലേ. ഇതെൻ്റെ അച്ചായിക്ക് ഇഷ്ടമുള്ള ഒരേ ഒരു വെജിറ്റബിൾ, പാവയ്ക്ക. ഓക്കെ, ഓരോന്നോരോന്നായി ഇങ്ങനെ വരുന്നുണ്ട്, കാണാം. ഇതെൻ്റെ മമ്മി പൊടിച്ച സാമ്പാർ പൊടിയാണ്. ഞാൻ എപ്പോഴും സാമ്പാർ വെക്കാൻ നേരത്ത് ചോദിക്കാറുണ്ട് എല്ലാവരും, ചേച്ചി സാമ്പാറിൻ്റെ കൂട്ടെന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ കർണാടക സ്റ്റൈലാണ് വെക്കുന്നത്, മമ്മി കർണാടകയുടെ രീതിയിലാണ്. ഇതെന്താണോ പൊളിച്ചെടുക്കുന്നത്? ചെടിയാണോ? ദൈവമേ, എല്ലാവരും എന്നോട് വ്ളോഗ് ചോദിക്കാറുണ്ട് മമ്മി എങ്ങനെ ചെടി കൊണ്ടുവന്നേന്ന്. മമ്മി രക്ഷപ്പെട്ട പോലെ എല്ലാവരും രക്ഷപ്പെടണം എന്നില്ല കേട്ടോ. ഈ മമ്മിയോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചെടി കൊണ്ടുവന്ന് പൊക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ പറയരുതെന്ന്. മമ്മി നട്ടു വളർത്തിയ ചെടികളാണ് 6 മാസം മുമ്പേ. അത് അതേപോലെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെയല്ല കണ്ട്, ഇതെല്ലാം മമ്മി വളർത്തിയാണ്. എന്തോ മമ്മി ലെവിക്കുട്ടിന് വാങ്ങിയത്? റബ്ബർ. ഓരോ സാധനം ഇട്ട റബ്ബർ ബാൻഡ്. അതെ, നന്നായി. പിന്നെ സക്സസ്ഫുള്ളി ഈ പ്രാവശ്യം ദേ മമ്മി മൺചട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എവിടെയാണ് വെച്ചത്? 1 മിനിറ്റ് അയാൾ ചോദിച്ചതും കുറവാണ്. പുള്ളി എന്നോട് ചോദിച്ചത് എന്താന്ന് ക്യാമറയിൽ തെളിഞ്ഞു. ഏത് ഈ മൺചട്ടിയോ? ആര്? പുള്ളി ഓഫീസർ. ഞാൻ പറഞ്ഞു ചട്ടി മനസ്സിലായി, പറഞ്ഞു പോട്ട് മനസ്സിലായില്ല. ഫിഷ് കറി എന്നിട്ട് മനസ്സിലായില്ല. അപ്പൊ പുള്ളി പറയാ മച്ചലി എന്ന് പറഞ്ഞതേ. ചട്ടിയും പൊക്കിക്കൊണ്ടുവന്നു. 2 ചട്ടിയും പൊട്ടാതെ കിട്ടി കേട്ടോ. എല്ലാ പ്രാവശ്യവും
ഞങ്ങൾ ഹാൻഡ് ലഗേജ് കൊണ്ടുവന്നാലും എൻ്റെ ഒരു ചട്ടി പൊട്ടിയിരുന്നു. പിന്നെ ഇതാണ്ട് വെളുത്തുള്ളി, കൊച്ചുള്ളി, പിന്നെ ഇത് നമ്മുടെ മൈസൂറുള്ള രമേശനേൻ്റെ അവിടെ നിന്നാണ് മമ്മി ഡാഡി ചിക്കൻ കറി ചിക്കൻ മേടിക്കുന്നത്. സോ അവിടെ നിന്ന് ഈ 5 രൂപയുടെ പാക്കറ്റ് എപ്പോഴും മേടിച്ചുകൊണ്ട് വരും. ചിക്കൻ മസാലയും മട്ടൻ മസാലയും ബീഫും പിന്നെ അതുപോലെ തന്നെ എഗ്ഗിൻ്റെ ഒക്കെ. ഇതാണ് മക്കളെ എൻ്റെ ഫേവറേറ്റ് ഉണക്കമീൻ. ഇതും ഫ്രൈ ചെയ്ത് ആ മുരിങ്ങയിലും കൂടെ ഒരു കറി വെച്ചാലുണ്ടല്ലോ, ഓ വേറെ ലെവലാണ്. ഇത് സണിക്കുട്ടൻ്റെ അമ്മ ആച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് സണിക്കുട്ടൻ എന്ന് പറയുമ്പോഴല്ലേ അറിയുള്ളൂ. സാമ്പാർ പൗഡറാണ് രാജേട്ടനെയും കൊണ്ട്, അതായത് ഷാൽമച്ചേച്ചി രാജേട്ടനെയും കൊണ്ട് മേടിപ്പിച്ചിട്ട് സാമ്പാർ പൗഡർ കൊടുത്തുവിട്ടതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. നാട്ടിൽ നിന്ന് വരാൻ നേരത്ത് ആളുകൾ കൊണ്ടുവരുന്ന സാധനം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കേ, ഓ രക്ഷയില്ല. ഇതെല്ലാം എൻ്റെ മമ്മിയും ഡാഡിയും പൊക്കിക്കൊണ്ട് വന്നു. അതിനാണ് ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത്. എല്ലാ സാധനവും ഇവിടെ കിട്ടത്തില്ലെന്നല്ല. എല്ലാരും മക്കള് തന്നെ വഴക്ക് പറയും. പക്ഷെ നമ്മള് കുഞ്ഞുങ്ങളെടുത്ത് പോകുമ്പോഴാ അതൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം. ഇതാരാ വരുന്നത്? ഒഴിഞ്ഞു വരുന്നത് ആരാ? ഇവിടെ ആരാ വരുന്നത്? കാർപ്പറ്റ്. പുതിയ കാർപ്പറ്റാണോ ലെവി? ആണോ? ഫ്ലോർ മാറ്റി. ആ ഫ്ലോർ മാറ്റി. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ഫ്ലോർ ഞങ്ങൾ മാറ്റുവാന്ന്? യെസ്, നൈസ്, ഗുഡ്. യെസ്, രണ്ടും മാറ്റി. ആ കണ്ടില്ലായിരുന്നല്ലോ അല്ലേ? ഇവിടെ ചെരുപ്പ് കച്ചവടം. മമ്മി നാട്ടിൽ നിന്ന് ഒരു ലോഡ് സമ്മറിൽ ഇടാൻ വേണ്ടി വീട്ടിലിടാൻ വേണ്ടിട്ടൊക്കെ ഉണ്ടാക്കുന്ന ചേച്ചി മീൻ ചേച്ചിയുടെയാണ്. അതെ, കുഴലപ്പം, അച്ചപ്പം ഇല്ല. ഇതെന്താണ്? മാവുണ്ട, പച്ചമുറുക്ക്. ഞങ്ങൾ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ഇടയ്ക്ക് വേറൊരാള് ഈ കുട്ടിക്ക് കൊടുക്കാനാണോ? ഇതാരാണ്? എന്താണത്? അതെ, മുറുക്ക്, കുഴലപ്പം. അയ്യോ എനിക്ക് വയ്യ മമ്മി, ഇതൊക്കെ ഞാൻ എപ്പോ ഇതൊരു സ്പെഷ്യലാണ്. ഇതെ ഇത് വൈറ്റ് മിൻസി ചേച്ചി മുംബൈയിൽ നിന്ന് വന്നപ്പോ ഞങ്ങക്ക് കൊണ്ടു തന്നായിരുന്നു. ഇതിലെ ഓരോരുത്തർ ഇത് ബെനിച്ചാസ് കൊണ്ടു തന്നത്, ഇത് ഓരോരുത്തരുടെയും ചിപ്സുകളുണ്ട്. ഇതിനകത്തൊക്കെ ഓരോരോ സാധനം, കായപ്പൊടി വരെ ഉണ്ട് കേട്ടോ. ഇത് വയനാട്ടിലെ കാപ്പിപ്പൊടി. നിങ്ങൾ നാട്ടിൽ വരുന്നതിന്റെ 5 ദിവസം മുമ്പല്ലേ വയനാട്ടിൽ പോയത്? ഊട്ടിച്ചെടിയാ കൊണ്ടുവന്ന അക്കയ്ക്ക്. എന്ത് ഇത് നമ്മുടെ അത് കാണിച്ചമ്മേ ഉച്ചേച്ചി തന്ന്. ഉച്ചേച്ചിയും ബാലേട്ടനും കൊണ്ടുവന്നു ഡയമണ്ടിന്റെ. അതെ, കൊള്ളാം, എല്ലാം കൊള്ളാം, അടിപൊളി. യെസ്. പിന്നെ അതെന്താ ഗ്രീൻ കളർ? ഗ്രീനോട് ടേബിൾ ക്ലോത്ത്. നല്ല രസമുണ്ടല്ലോ. പച്ച ഇഷ്ടമാണ്, പച്ച വാങ്ങിച്ചതാ. ഇത് റൗണ്ട് ടേബിൾ ആയതുകൊണ്ട് ഇത് മാച്ചായി പോകുന്നു തോന്നുന്നില്ല മമ്മ. അക്കായ്ക്ക് കൊടുക്കാം. ഓക്കെ, നോക്കാം. ഹലോ, എന്താണ് പരിപാടി? അതിനകത്ത് എന്റെ ഇച്ചുപണി ഇരിക്കുവായിരുന്നു. ഇതെന്താ ഇത്? ഇത് എന്റെ അമ്മ ഞങ്ങളെ പരട്ടിയത്, ഞങ്ങളുടെ മക്കളെ പരട്ടിയത്. അവരിപ്പോ അവരുടെ മക്കളെ പരട്ടി. ഇനി ഇതിന്റെ കൂട്ട് പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. ഞങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും ഉണ്ടാക്കണ്ടേ? ഇന്ന് രാത്രി തന്നെ ഞാനും അച്ചും മിക്ക സാധനങ്ങളും ഓപ്പൺ ചെയ്ത് കഴിച്ചു കേട്ടോ. മാവുണ്ടിയൊക്കെ ഒടുക്കാത്ത ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കൂടിയാണ്. പിന്നെ മാങ്ങയും വെണ്ടയ്ക്കയും പയറും ഒക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ മാങ്ങ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. രാവിലെ തന്നെ മമ്മിയുടെ ചെറിയുള്ളിയും കാന്താരിയും മാങ്ങയും വെച്ചിട്ട് ഞാൻ നല്ലൊരു ചമ്മന്തി അരച്ചു. ലെവിക്കുട്ടിൻ്റെ കുറുക്ക് എന്താണ് കൊടുക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അമൃതം പൊടിയും അതുപോലെ തന്നെ മമ്മി ഇതിനൊരു പൊടി പൊടിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 7-8 കൂട്ടമുണ്ട്. അതും പൊടിച്ചിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് പനക്കൽക്കണ്ടോ ഇട്ടിട്ടാണ്, കുറച്ചേ ഇടുകയുള്ളൂ കേട്ടോ, 1-2 പീസ് ഇട്ടിട്ടാണ് ലെവിക്ക് കുറുക്ക് കൊടുക്കുന്നത് കേട്ടോ. 2 നേരം കൊടുക്കും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയിലും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡാഡിയും മമ്മിയും കൊണ്ടുവന്നിട്ടുള്ള ഏത്തയ്ക്ക പുഴുങ്ങിയതാണ്. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഗുഡ് മോർണിംഗ് ആൾ. അങ്ങനെ മമ്മിയും ഡാഡിയും ഒക്കെ കൊണ്ടുവന്ന ലഗേജ് കണ്ടല്ലോ. താങ്ക് ഗോഡ് അവർ സേഫായിട്ട് എത്തി, ആരോഗ്യത്തോടു കൂടി എത്തി. അവരുടെ ക്ഷീണമൊക്കെ മാറി. അവർ ഭയങ്കര പവർഫുള്ളായിട്ട് അടുത്ത ട്രിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. വേറെ എവിടെയല്ല, ലെസ്റ്ററിലേക്ക്. അക്കയും റേച്ചാനെയും പിള്ളേരെയൊക്കെ കാണാൻ.
എനിക്ക് തോന്നുന്നു കൊച്ചുമക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് നമ്മളെയല്ല കാണേണ്ടത്, കൊച്ചുമക്കളെയാണ് കാണേണ്ടത്. അപ്പം നമ്മൾ റെസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം. ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പോയി, ഇന്ന് ഈവനിങ്ങോട് കൂടി പോയിട്ട് നാളെയും മറ്റന്നാളും അവിടെ നിൽക്കാനുള്ള പ്ലാനാണ്. തിരിച്ചു വരണം സൺഡേ തന്നെ, കാരണം മൺഡേ നമുക്ക് അച്ചായ്ക്കും വർക്കുണ്ട്, എനിക്കും ഷൂട്ടുണ്ട്. അപ്പം ഇന്ന് തൊട്ടിട്ട് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറച്ച് ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ട് കേട്ടോ, കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വർഷം ബ്രേക്ക് എടുത്തത്, നമ്മളിപ്പോൾ പല കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലവിക്കുട്ടൻ്റെ ഈ സ്റ്റേജ് പിന്നീട് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, എനിക്കറിയാം ഒരുപാട് പേര് എനിക്ക് കമൻ്റ് അയച്ച് പറഞ്ഞു ലിൻറ്റു വണ്ണം വെച്ചു എന്ന്. ഞാൻ അതൊന്നും ബോദർ ചെയ്യുന്നേ ഇല്ല. എൻ്റെ നല്ല പ്രായത്തിൽ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് വെയിറ്റ് കുറച്ചു, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്വേർഡായിട്ട് ഞാൻ എന്തായാലും എൻ്റെ ബോഡിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ ഇടാറുമില്ല. അത് പ്രത്യേകമാണെന്നുണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്യത്തുമില്ല. അപ്പോൾ കുറേ പേരിനോട് പറഞ്ഞു തടി വെച്ചല്ലോ, ഇനിയിപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗുണ്ടുമണി ആകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. ഒക്കെ എപ്പോഴും പറയും ലിനുമോളെ ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരു ദിവസം വന്ന് ലസ്റ്ററിൽ ഇതാക്ക്, ലവിക്കുട്ടിനെ ഞങ്ങൾ നോക്കിക്കോളാം. കാരണം പിള്ളേരെ കാണുന്ന അവന് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എനിക്ക് പറ്റത്തില്ല, എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് തീരെയും പറ്റില്ല കേട്ടോ. ഇവൻ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോയാൽ തന്നെ ഒരു 10 പ്രാവശ്യം ഞാൻ വിളിക്കും. എനിക്കറിയില്ല എല്ലാ അമ്മമാരും അങ്ങനെയാണ്, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ലവിക്കുട്ടിനെ മിസ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് മമ്മിയുടെ കയ്യിൽ, അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും മമ്മിയുടെയും ഡാഡറുടെയും കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ കൊടുത്തു വിട്ടിട്ടുണ്ട് നാട്ടിൽ നിന്ന്. ഒരുപാട് സന്തോഷം. നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ ഫ്രണ്ട്സും നമ്മളെ അറിയാത്തവരും ഒക്കെ. ബിക്കോസ് മൈസൂരിലുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് മമ്മിയും ഡാഡിയും കണ്ട് ചെടി മേടിക്കാൻ വേണ്ടിയിട്ട്, ചെടി ഇഷ്ടപ്പെട്ടിട്ട് മമ്മി ബാൽക്കണിയിലൊക്കെ ചെടി വെച്ചിട്ടുണ്ട്. ആ ഒരു ഫാമിലി നമുക്കറിയാം, അവർക്ക് 3 ആൺമക്കളാണ്. ആ ഒരു ഫാമിലിയിൽ നിന്നും കയറി ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അത് കൊടുത്തു വിടുമ്പോൾ, അല്ലെങ്കിൽ അത് പാക്ക് ചെയ്ത് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ ഓർക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ ചെയ്യുന്ന ചിപ്സ് ആയാലും സാമ്പാർ പൗഡർ ആണെങ്കിലും കരിയാപ്പില ആണെങ്കിലും ആച്ചിയുടെ അവിടുന്ന് കരിയാപ്പിലയും സംഭവങ്ങളും ഒക്കെ. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, മമ്മി പറഞ്ഞ ഉടനെ തന്നെ മിൻചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ഫാമിലി ഏത്തക്കയും മെഡിസിൻസും എല്ലാം കൊടുത്തു വിട്ടു. അപ്പം എന്നെ അറിയാത്തവരും അറിയുന്നവരും ഞങ്ങളുടെ ഫാമിലിയെ സ്നേഹിക്കുന്നവരും ലവിക്കുട്ടിനെ ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി ഇപ്പോഴും കരുതുന്നുണ്ട്. സോ അതിനെല്ലാം ഒരുപാട് നന്ദി. കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് മമ്മീൻ്റെ അടി വന്നാൽ ഇനി പണിയൊക്കെ ഒതുങ്ങിയല്ലോ, ഇനി പറഞ്ഞതുപോലെ കൊച്ചിനെ മമ്മിയുടെ കയ്യിലും ഡാഡറുടെ കയ്യിലും ഏൽപ്പിക്കാമല്ലോ, കൊച്ചിനെ നോക്കാനാണല്ലോ വന്നതെന്ന്. എൻ്റെ മമ്മീൻ്റെ അടി വന്നത് കൊച്ചിനെ നോക്കാനല്ല കേട്ടോ. ഇതിന് മുമ്പേയും ഞാൻ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുപോയി എക്സ്പ്ലോർ ചെയ്യിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഷെങ്കൻ വിസ എടുത്തത് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും, ക്രൂസ് ട്രിപ്പ് വരെ. ഞാൻ മാത്രമല്ല, അച്ചായും അതിന് ഭയങ്കരമായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളാണ്. ട്രിപ്പിന് പോകാൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. പിന്നെ മമ്മീൻ്റെ അടി അതേപോലത്തെ ആൾക്കാരാണ്. അവരിപ്പോൾ കാശ്മീരും പല സ്ഥലങ്ങളിൽ എവിടെയൊക്കെയോ സ്ഥലം കറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഒരു വ്ളോഗ് എടുത്ത് എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. UK വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ അവർ എവിടെയൊക്കെയോ പോയി, എനിക്കറിയില്ല, വയനാട്, ഊട്ടി. അപ്പോൾ ദൈവം അവർക്ക് ആരോഗ്യം ബലം കൊടുക്കുന്ന, അവരുടെ ഒരു മൈൻഡും അങ്ങനെയാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ അവരെ അങ്ങനെ കൊണ്ടുവന്ന അതേ അല്ല. ഞാൻ റെഡിയാണ്. ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കുഞ്ഞിനെ നോക്കാൻ ഞങ്ങൾ റെഡിയാണ്. അതിനുശേഷം മാത്രമാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവനെ ഒരുക്കി തന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അതിന് മാതാപിതാക്കൾ നോക്കിയിട്ട് എൻ്റെ കുഞ്ഞിനെ വളർത്തണമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ അവരുടെ റൈറ്റാണ്, അവരൊരുപാട് ആഗ്രഹിച്ച് കൊതിച്ചിരുന്നതാണ്. ഇവൻ എൻ്റെ മമ്മീൻ്റെ ഡാഡി മാത്രമല്ല, അച്ഛൻ്റെ പപ്പായും മമ്മി. പക്ഷെ അച്ഛൻ്റെ പപ്പായും മമ്മിയും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവരൊരു പ്രാവശ്യം മാത്രമേ UK വന്നിട്ടുള്ളൂ. അവർക്ക് തീരെ വരാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ ഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല. ഇവൻ ഞങ്ങൾ എല്ലാ വർഷവും പറയും ഓക്കെ, പക്ഷെ അവർക്ക് എന്താണെന്നറിയില്ല, വരാൻ താല്പര്യമില്ല. അപ്പം നമുക്ക് ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയാലോ, ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്ര വയ്യായെങ്കിലും പോകും. അതിന് ഉദാഹരണമാണ് മമ്മിയും ഡാഡി. ട്രിപ്പിന് പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾ, ഇപ്പോൾ ആരും ആയിക്കോട്ടെ, അവർ സ്റ്റുപ്പിഡ് എക്സ്ക്യൂസും പറയും. അപ്പോൾ അച്ചു ഞാനും തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ മാക്സിമം ഫോഴ്സ് ചെയ്യുക, ഇഷ്ടമുള്ളവർ വരിക. അതിപ്പോൾ ആരായാലും കേട്ടോ, നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുന്നവരാണെങ്കിലും നമ്മളെവിടെയെങ്കിലും ഗ്രൂപ്പായിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുക, വിളിക്കുക എന്നുള്ളത് നമ്മുടെ കടമ. നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പായിട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് അവരെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വരും. ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റുപ്പിഡ് എക്സ്ക്യൂസ് പറയും. ഞാൻ ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളവരുണ്ട് കേട്ടോ, അത് ഞാൻ ഒരിക്കലും കൺസിഡർ ചെയ്തില്ല. പക്ഷെ അതല്ല, ചില ആളുകൾക്ക് മടിയാണ്.
അങ്ങനെയുള്ളവരെ നമ്മൾ ഫോഴ്സ് ചെയ്യാതിരിക്കുക. പക്ഷേ എൻ്റെ മമ്മീൻ്റെ ഡാഡി എല്ലാത്തിനും റെഡിയാണ്, സെറ്റാണ് പോകാനും. ഇപ്പോഴും രാവിലെ എണീച്ച് റെഡി ആയിട്ടുണ്ട്. എനിക്കൊന്ന് മമ്മി എന്നും രാവിലെ 4:30 എണീക്കും പ്രസംഗം കേൾക്കാൻ. മിക്ക ആളുകൾക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്യും. പുതിയതായിട്ട് ഞാനിപ്പോൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഒരു അച്ഛൻ്റെ വയനാട്ടിലുള്ള, അതും നല്ല ബ്ലെസ്സിങ് ആണ്. ഞാനിപ്പോൾ അത് കേട്ടുകൊണ്ടാണ് ജിമ്മ് കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഒരു വൈൻഡപ്പ് പറയാമെന്ന് കരുതി പുതിയ എപ്പിസോഡ് ആക്കിയിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. അതൊരു എക്സൈറ്റഡ് ന്യൂസും കൂടെ ഉണ്ട് നിങ്ങളോട് പറയാൻ. അവിടെ ചെന്നിട്ട് ആ ന്യൂസ് റിവീൽ ചെയ്യാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒരു വെറൈറ്റി എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ലവ് യു.